ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 62ന്റെ റിവ്യൂ ആണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയേണ്ടത്. ഒന്നാമത്തേത് ജയിൽ നോമിനേഷൻ. ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത പവർ ടീമിന്റെ നടപടി അൺഫെയർ ആയിപ്പോയി, തോന്നിയാസായിപ്പോയി, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായിപ്പോയി. അത്രയധികം മോശമായിട്ടുള്ള ഒരു നോമിനേഷൻ. ഋഷി കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്ത ഋഷി ഫെയർ ആണ്. ഋഷി അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ മറ്റൊരു മികച്ച ഓപ്ഷൻ വേറെ ഇല്ല. ജാസ്മിനെ നോമിനേറ്റ് ചെയ്ത ആ ഒരു ഗെയിം ജാസ്മിൻ പോസിറ്റീവായിട്ട് വരും, അത് പോസിറ്റീവായിട്ട് വരും എന്നൊക്കെ പറയാൻ വലിയ പേടിയാണ്. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്തെ ഗെയിമിൽ സേഫ് ആണ്. ഗബ്രി ഇങ്ങോട്ട് പോയി, കണ്ടസ്റ്റൻസിന് അറിയാം ജാസ്മിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത്. അവിടെ ജാസ്മിൻ സേഫ് ആണ്. പക്ഷെ പുറത്താണ് ജാസ്മിനെതിരെയുള്ള കളികൾ നടക്കുന്നത്. വോട്ടിങ്ങിൽ സ്വാധീനിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഹേറ്റേഴ്സ് ചെയ്യുന്നത്. എന്തോരം വ്യക്തി വൈരാഗ്യമാണ്. ഒരു പോസിറ്റീവ് ആ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് പറയാൻ ഭയങ്കര പേടിയാണ്. എൻ്റെയൊക്കെ അനിയത്തെക്കാട്ടും വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചൊക്കെ വൃത്തികേടുകൾ കമൻറ്റ് ബോക്സിൽ കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര അരോചകമാണ്. നമുക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഈ പറയുന്നവർക്കൊന്നും വീട്ടിൽ പേരൻസോ അല്ലെങ്കിൽ സ്ത്രീജനങ്ങളോ ഒന്നും ഇല്ലേ? പറയുമ്പം ഇതൊക്കെ എന്ത് മോശമാണ്. ആ ഒരു ഗെയിമാണ് എന്തെങ്കിലും പോസിറ്റീവ് പറയുന്ന സമയത്ത് പുറത്തുണ്ടാവുന്നത്. അതിന് സപ്പോർട്ട് കൊടുക്കാൻ കുറേയധികം ആളുകൾ. അവർ കുളിക്കുകയോ നനയ്ക്കുകയോ പല്ല് തേക്കുകയോ തേക്കാതിരിക്കുകയോ അത് ഈ നാട്ടുകാരെ ബാധിക്കുന്ന സംഗതിയാണോ? ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റ് കൂടിയിരിക്കുന്നു. സാധാരണ ഒരു അൺഫെയർ ജയിൽ നോമിനേഷൻ വരുന്ന സമയത്ത് കണ്ടസ്റ്റന്റിന് സപ്പോർട്ടാണ് കൂടേണ്ടത്. ആർക്കാണ് ഇത്രമാത്രം പേടി തോന്നുന്നത്? ഇത്രയധികം PR-കാരെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ? എത്ര ആളുകളാണ് സംഘടിച്ച് ഈ ഒരു ഗെയിമിനെതിരെ ചുമ്മാ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? നമ്മൾ കാണുന്ന ഗെയിമല്ലേ ഇത്? ഇതിനകത്ത് എന്തുവാണ് ഇത്ര വൃത്തികേടുകൾ പറഞ്ഞു പരത്താനായിട്ട്? അപ്പോൾ ഗെയിമിനകത്തെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മനുഷ്യത്വം ഇല്ലായ്മ പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും കാട്ടി എതിലേലും പോയി രക്ഷപ്പെടട്ടെ. മറ്റൊരു മനുഷ്യനല്ല, അയാൾക്ക് അവസരം കിട്ടി, അവരുടെ ഒരു ഗെയിം. ബാക്കി വ്യക്തിപരമായിട്ടുള്ള നമ്മളൊന്നും നേരിട്ട് മുട്ടേണ്ട ആളൊന്നും അല്ലല്ലോ. ബാക്കി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വിടുക, അവർ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അല്ല ഇനിയിപ്പോൾ നല്ല ജീവിതം വല്ലതും കിട്ടിയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത്രയധികം ഹേറ്റേഴ്സ് ഉണ്ട്. വലിയ കഷ്ടമായിരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ജീവിതം. അങ്ങനെയുള്ള രക്ഷപ്പെടുമെന്നുള്ള പേടി കൊണ്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനൊക്കെ സാധ്യത കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. എന്തൊരു ഹെയ്റ്റാണ്, വ്യക്തിവിരോധം. അത് ഈ സാധാരണക്കാർക്കിടയിൽ നിന്ന് വരുമ്പോൾ ആ ഒരു ഇടയിൽ നിന്ന് തന്നെ ഒത്തിരി ഹെയ്റ്റ് വരും. പിന്നെ സ്ത്രീകളാവുന്ന സമയത്ത് ഹെയ്റ്റ് കൂടും. ഒച്ചത്തിൽ സംസാരിക്കുന്നു, ബഹുമാനം കാണിക്കുന്നില്ല. പിന്നെ നാട്ടിലുള്ളമാരെയൊക്കെ ബഹുമാനം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യലാണല്ലോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പണി. ബഹുമാനം കാണിക്കേണ്ടടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ആ ഗെയിമൊക്കെ കാണാറുള്ള വ്യക്തിയാണ്. കാണിക്കേണ്ടാത്തടത്ത് കാണിക്കുന്നില്ല. പിന്നെ സ്ത്രീകളെല്ലാ ആൾക്കാരോടും ബഹുമാനം കാണിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ ആർക്കാണ്? അപ്പം അതിനുവേണ്ടി വ്യക്തിവൈരാഗ്യം എന്തിനാണ്? എന്താണെങ്കിലും ആ ഒരു ജയിൽ നോമിനേഷൻ കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് തോന്നിയത്. കാരണം ഗെയിം ഉയരും, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം പുറത്ത് ഹെയ്റ്റ് കൂടും. ഞാൻ ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ സീക്രട്ട് ഏജന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അണ്ണൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു പരിപാടിയും ചെയ്യാതെ വെറുതെ നടക്കുകയായിരുന്നു. ഒരു പേടിയില്ലാതെ വെറുതെ നടക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇന്ന് രാവിലെ ഈ വജ്രം എവിടെയാണ് ഒളിപ്പിച്ചത് എന്നീ ചർച്ചകൾക്കിടയിലൊക്കെ പുള്ളി ഭീകര കോമഡികളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്തു. ശ്രീരേഖേച്ചി ഐസിനകത്തൊക്കെ നോക്കി പോലും ആ സമയത്ത് പോലും മച്ചാൻ്റെ തലയിൽ ആസാനം കത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് പോവാൻ നേരത്ത് കറക്റ്റായിട്ട് ഡയറക്റ്റ് ഹിൻ്റാണ് സാബു കൊടുക്കുന്നത്. ആ ഒരു ഹിൻറ്റിലും മച്ചാന് കത്തിയില്ല. അത് കഴിഞ്ഞ് അർജുൻ ഫ്രിഡ്ജിൽ തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ പോയിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ കണ്ട് ഉണ്ടാവുമോ എന്ന് നോക്കിയ സമയത്ത് സാധനം കിട്ടി. നൈസായിട്ട് മുക്കി. അർജുൻ അപ്പോൾ പറയുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ എനിക്ക് തരണോ എന്നുള്ളത്. എന്നിട്ട് അർജുനോട് പറയുന്നു ഇല്ല. എന്നിട്ട് പുറത്ത് പോയിട്ട് ഒരു വലിയ നന്മവരം കളിച്ചേക്കുന്നു. ശ്രീരേഖയ്ക്ക് ഞാനത് കൊടുക്കാൻ പോവുകയാണ്, എനിക്ക് വേണ്ട എന്നുള്ളത്. ശരിക്കും അർജുനല്ലേ അത് ഡിസേർവ് ചെയ്യുന്ന വ്യക്തി. അയാൾക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ ഏതായാലും ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് തന്നെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിലേക്കുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ എപ്പിസോഡിലും ലൈവിലും വ്യക്തമായിട്ട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കും. വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? ജാസ്മിൻ്റെ ജയിൽ നോമിനേഷൻ, സായിയുടെ ഈ വജ്രം അടിച്ചു മാറ്റൽ, ഇതെല്ലാം വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയുള്ള സംഗതിയാണ്. എപ്പിസോഡിൽ ആദ്യം ഡയമണ്ട് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചത് എന്ന് സാബു ഷേദയോട് പറയുകയാണ്. ആ രംഗം രാവിലെ ലൈവിൽ ഞാൻ കണ്ടില്ല. ഞാൻ ലൈവൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേന് അത് കഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല എവിടെയാണ് ഡയമണ്ട് ഇരിക്കുന്നത് എന്നുള്ളത്. ലൈവിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതും എനിക്ക് ഉറപ്പുള്ള ഒരു സംഗതിയല്ല.
ചില സംഭവങ്ങളെ ലൈവിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി വയ്ക്കാറുണ്ട്. ജിൻഡോ, നന്ദന, ശ്രീരേഖ, അപ്സര, സായി, അർജുൻ എന്നിവരൊക്കെ കാര്യക്ഷമമായിട്ട് രാവിലെ മുതൽ തപ്പൽ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ശ്വേതയോട് ഇത് പറഞ്ഞ സമയത്ത് ശ്വേത എക്സൈറ്റഡ് ആയി, കേട്ട സമയത്ത് നമ്മളും എക്സൈറ്റഡ് ആയി. അതൊരു നല്ല പ്ലാൻ ആണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഡേ ടൈമിൽ നമുക്കിത് ഫ്രീസറിലുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് എപ്പിസോഡിൽ അത്ര സസ്പെൻസ് നിങ്ങൾക്ക് തോന്നിക്കാണില്ല. ഈ ഒരു അവസരത്തിൽ ഈ ഐസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സായി അവിടെ പറയുന്നുണ്ട്. സായി അത് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ഞാൻ ലൈവിൽ സായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നത് കേട്ടിരുന്നു, ഇത് കണ്ടുപിടിച്ചതിന് ശേഷം. ഈ ഒരു തപ്പൽ പരിപാടികളൊക്കെ ആയിട്ട് രാവിലെ ഇങ്ങനെ മന്ദം മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റി വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മോർണിംഗ് ആക്ടിവിറ്റി കാണാൻ വേണ്ടിയാണ് രാവിലെ ലൈവ് ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പം മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്നുണ്ടായിരുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഫാൻ കോൺടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഫാൻസിൻ്റെ ആഗ്രഹം ഋഷി സാരി ഉടുത്ത് നടക്കണം എന്നുള്ളതായിരുന്നു. വലിയ ഫണ്ണൊന്നുമില്ല. ഋഷി സാരി ഉടുക്കുന്നുണ്ട്. മുടിയൊക്കെ അങ്ങനെ കെട്ടിയപ്പോഴത്തേനും വേറെ ഏതോ ഒരു ആളായിട്ട് ഋഷി മാറി. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ, കുറച്ച് അരോചകമായിട്ടുള്ള അളിഞ്ഞ കോമഡികളൊക്കെ ജിൻഡോയും അതേപോലെ തന്നെ അഭിഷേകും ഒക്കെ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ ആ ഒരു കോമഡികൾ അടിക്കുന്ന സമയത്ത് ഋഷിയോട് ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ അടിച്ചതുകൊണ്ട് നിനക്ക് പ്രശ്നമില്ല, ഞാൻ നിന്റെ ഫ്രണ്ടാണ്, വേറെ ആൾക്കാർ അടിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ ചില കാര്യങ്ങളൊക്കെ അൻസിബയും അതേപോലെ തന്നെ ഋഷിയും ജിൻഡോയും ഒക്കെ സംസാരിക്കുന്നു. ഹോട്ടൽ ടാസ്കിലടക്കം ഗസ്റ്റുകളടക്കം ഋഷിയുടെ പെർഫോമൻസിനെ കുറിച്ച് മോശം പറഞ്ഞപ്പോഴൊക്കെ അൻസിബ വളരെ മികച്ച ഒരു HR ആണ്, വളരെ മികച്ച ക്യാപ്റ്റൻ ആണ് എന്നുള്ളതാണ് അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ ഈ ഒരു നോമിനേഷനിലേക്ക് വരുന്ന സമയത്തും അവരുടെ മൈൻഡിൽ ഋഷിയുടെ പേര് വരുന്നില്ല, അത് അവരുടെ ഗെയിം. ശ്വേത ഇന്നലെ മുതൽ ജാസ്മിൻ അതേപോലെ തന്നെ ജിൻഡോ, നന്ദന എന്നിവരൊക്കെ ആയിട്ട് പേഴ്സണലി സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് സംസാരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ ഇവരെ തെരഞ്ഞു പിടിച്ച് ചില മോട്ടിവേഷൻസ് ഒക്കെ ശ്വേത കൊടുക്കുന്നുണ്ട്. ഏതായാലും ശ്വേതയും സാബുമോനും യാത്രയൊക്കെ പറഞ്ഞ് ഹൗസിന് പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്താണ് ഫൈനൽ ക്ലൂ കൊടുക്കുന്നത്. നനവുള്ള വെളിച്ചമില്ലാത്ത സ്ഥലത്താണ് ഈ വജ്രം ഇരിക്കുന്നത്. ഫ്രിഡ്ജ് അടച്ചു കഴിഞ്ഞാൽ ഇരുട്ടാണല്ലോ എന്നുള്ളതാണ് അർജുൻ ആ ഒരു സമയത്ത് ഓർത്തെടുത്തത്. അർജുനാണ് കറക്റ്റ് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയാൽ ഷെയർ എനിക്കാണ് എന്ന് പറഞ്ഞ് അവർ തപ്പുകയാണ്. അർജുൻ താഴെ തപ്പാൻ പോയ സമയത്ത് സായി മുകളിൽ നിന്ന് വജ്രം മുക്കി നൈസായിട്ട് മുങ്ങി. ഈ വജ്രം മുക്കി നൈസായിട്ട് മുങ്ങുന്ന സമയത്ത് അമിത ആവേശത്തിലാണോ അതോ ടാസ്ക് കഴിഞ്ഞ ദിവസം വായിച്ച സമയത്ത് കേൾക്കാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. സായി അത് ബിഗ് ബോസിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിച്ചു ലിവിങ് ഏരിയയിൽ. അവിടെ സായി ഇത് പറയുകയാണ്. സായി പച്ച കളിഞ്ഞു. കാരണം ബിഗ് ബോസ് പറഞ്ഞു അത് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ആ ഒരു ഗെയിമിൻ്റെ ഫണ്ണ് നഷ്ടപ്പെടുത്തി. അതുവരെ വളരെ കാര്യക്ഷമമായിട്ട് തപ്പൽ പരിപാടികളായിട്ട് ആളുകൾ നടക്കുകയായിരുന്നു. പിന്നെ ആളുകളുടെ ആ ഒരു ആവേശം അങ്ങോട്ട് കുറഞ്ഞു. സായിയുടെ കയ്യിൽ ഈ ഒരു സംഭവമുണ്ട്. ഇനിയിപ്പോൾ സായിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറണമെന്നുണ്ടെങ്കിൽ അത് വലിയ മല്ലു പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഗെയിമിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഈ ഡയമണ്ട് ശ്രീരേഖയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ മുന്നത്തെ റിവ്യൂവിലും പറഞ്ഞിരുന്നു. പണ്ട് അഖിൽ മാരാർ മനീഷയ്ക്ക് കൊടുത്തതുപോലെ ആവുമോ എന്നുള്ള ഡൗട്ട് എല്ലാ ആളുകൾക്കുണ്ട്, എനിക്കും പേഴ്സണലി ഉണ്ട്. ഡയമണ്ട് ആരെടുത്തു എന്നുള്ളതല്ല, ആരുടെ കയ്യിൽ ചോദിക്കുന്ന സമയത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പോക്ക്. അതിനുശേഷം മറ്റേ ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു. കൂട്ടമായി ആളുകൾ ശ്രീരേഖയെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. 9 വോട്ടുകളോടെയാണ് ശ്രീരേഖ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നത്. എവിക്ഷൻ നോമിനേഷനിലേക്കും 9 വോട്ടുകളായിരുന്നു. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്, ഒറ്റ ആഴ്ചത്തെ പെർഫോമൻസ് കൊണ്ട് കയറുക എന്ന് പറയുന്നത്. നന്ദനയ്ക്ക് 6 വോട്ടുകളാണ്, ശരണ്യയ്ക്ക് 7 വോട്ടുകളാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു ക്യാപ്റ്റൻസി ഗെയിമായിരുന്നു. 4 കട്ടകളുണ്ട്, കൈയും കാലും ഈ 4 കട്ടകളിൽ വെച്ച് മുന്നോട്ടേക്ക് പോയി ഫ്ലാഗ് കുത്തി തിരികെ വരണം. അതൊരു മെനക്കെട്ട ഗെയിം തന്നെയായിരുന്നു. ശ്രീരേഖയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയല്ല, എന്നെ കൊണ്ട് കൂടുന്ന പരിപാടിയല്ല. അത് കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി. വളരെ സ്ലിം ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, ആരോഗ്യമുള്ള ആളുകൾക്ക് പറ്റുന്ന പരിപാടിയാണ്. ശരണ്യ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു, ഒരു കണക്കിന് മാനേജ് ചെയ്തു എന്ന് പറയാമെന്നുണ്ടെങ്കിലും നന്ദന ഒരു താളത്തിലങ്ങ് പോയി 3 ഫ്ലാഗുകൾ കുത്തി. അങ്ങനെ നന്ദന ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ്. പുതിയ ക്യാപ്റ്റനായിട്ട് നന്ദന വരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനെ കുറിച്ചിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ടും ഏറ്റവും മോശമായിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. എനിക്ക് ഈ ഒരു അവസരത്തിൽ റസ്മിനോടാണ് ദേഷ്യം വരുന്നത്. കാരണം റസ്മിൻ ജാസ്മിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ തന്നെ, അല്ലെങ്കിൽ ആ മറ്റേ പിടിച്ചടി കൊടുത്തതിന് ശേഷം തൊട്ട് തന്നെ ജാസ്മിനെതിരെ പിന്നെ ഗെയിം കളിക്കുകയാണ്. ഒരു മടിയില്ലാതാണ് ജാസ്മിനെ പണിഷ് ചെയ്യാനായിട്ടും ജാസ്മിനെ പറഞ്ഞു വിടാനായിട്ടും ജാസ്മിൻ്റെ ഗെയിം നശിപ്പിക്കാനായിട്ടും ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ റസ്മിൻ നിൽക്കുന്നത്. ജാസ്മിന് വേണ്ടി ഒരു കാര്യം പോലും റസ്മിൻ ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നില്ല. മുന്നേ എന്നതായിരുന്നു, നാക്ക് വായിലേക്ക് ഇടാൻ സമയം ഉണ്ടായിരുന്നില്ല. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത്, പവർ ടീമിലായിരുന്ന സമയത്തും ഒക്കെ റസ്മിൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത തരത്തിൽ ഒരു ഫെയർ അപ്രോച്ചാണ് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല.
അത് റസ്മിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ്. റസ്മിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്തോ ഒരു സംഭവമാണ്. ഗബ്രി പോയതിൻ്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് തന്നെ ഈ ഗെയിം മാറി എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് നോക്കിക്കാണുന്നത്. നോറ പറയുന്നുണ്ട് നോറയ്ക്ക് താല്പര്യമില്ല. എനിക്കത് ജെന്യൂനായിട്ട് തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചു നോറയുടെ ഒരു ഗെയിമാണെന്ന്. പക്ഷേ അവസാനത്തെ നോറയുടെ കാര്യങ്ങൾ കേട്ട സമയത്ത് എനിക്ക് തോന്നി നോറ ജെന്യൂനായിട്ട് തന്നെയാണ് പറയുന്നത്. നോറയ്ക്ക് താല്പര്യമില്ല. ജാസ്മിനെ ഓൾറെഡി പനിഷ് ചെയ്താണ്. പിരിച്ചുവിടലെന്ന് പറയുന്നത് വലിയ പണിഷ്മെൻ്റ് ആണ്. ആ ഒരു ടാസ്കിൽ നിന്ന് പിരിച്ചുവിടുക എന്ന് പറയുന്നത് വലിയ പണിഷ്മെൻ്റ് ആണ്. അതും അൺഫെയർ ആയിരുന്നു. ഗസ്റ്റ് കൊടുത്ത ഒരു ടാസ്ക്, റോബോട്ടല്ലേ, റോബോട്ടിനെ സൂക്ഷിക്കേണ്ടത് ഹോട്ടൽ സെക്യൂരിറ്റിയുടെയും അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അവർ ചിപ്പ് മാറ്റി. ആ ഒരു ചിപ്പ് മാറ്റിയതിനാണ് റോബോട്ടിനെ പിരിച്ചുവിട്ടത്. അപ്സരയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്സര നന്നായിട്ട് ഗെയിം കളിച്ചു എന്ന് അൻസിബ് പറഞ്ഞു. അപ്സരയെ നോമിനേറ്റ് ചെയ്യായിരുന്നു. അപ്സര വിഷയം ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ അപ്സരയെ നോമിനേറ്റ് ചെയ്യായിരുന്നു. കാരണം അവർ ഗെയിമിൽ നിന്ന് ആദ്യം തന്നെ പുറത്തുപോയ ആളുകളാണ്. ആ ഒരു കോയിൻ തിരിച്ചു വെച്ച സമയത്ത് കൊടുക്കാത്ത ആളുകളാണ്. എന്ന് പറഞ്ഞാൽ കോയിൻ തിരിച്ചു ചോദിച്ചത് ഗസ്റ്റാണ്. ഗസ്റ്റ് അവരുടെ അടുത്തുനിന്ന് തിരിച്ചു ചോദിച്ചത് അവരുടെ സർവീസ് മോശമായതുകൊണ്ടാണ്. തിരിച്ചു ചോദിച്ചാൽ ആ ഒരു കോയിനെ ചൊല്ലിയിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്സരയെ നോമിനേറ്റ് ചെയ്യായിരുന്നു. സായി, സിജോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പക്ഷെ അത് ബാക്കിയുള്ള ആളുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് ആവുന്നുണ്ട്. ജയിലിൽ റെസ്റ്റ് എടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും നോമിനേറ്റ് ചെയ്യായിരുന്നു. അവർ അവസാനം ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. കാരണമായിട്ട് പറയുന്നത് ഗ്യാസ് ഓഫ് ചെയ്തു, ഊള എന്ന് വിളിച്ചു. ഗ്യാസ് ഓഫ് ചെയ്ത കേസിലും എന്തായിരുന്നു, ജാസ്മിൻ ആസ് എ റോബോട്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു, തല്ലുകൊണ്ടതും ജാസ്മിൻ. അപ്പോൾ റസ്മിനാണ് ചിരിച്ചുകൊണ്ട് ജാസ്മിനാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. എനിക്കത് കണ്ട സമയത്ത് പൊളിഞ്ഞ്. നമുക്കൊരു ഇത്തിരിയെങ്കിലും ഫെയർ ഗെയിം, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കുമെന്നെങ്കിലും വിചാരിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂടെ? അത് റസ്മിൻ പറഞ്ഞ സമയത്താണ്. എന്നിട്ട് റസ്മിൻ്റെ നാടകം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒന്നും അറിഞ്ഞില്ല. എന്ത് ചെയ്യാനാണ്? റസ്മിനൊക്കെ നല്ല വോയിസ് ഉള്ള കണ്ടസ്റ്റൻ്റ് ആണ്. അതും പവർ ടീമിൽ അത്യാവശ്യം കമാൻഡിങ് പവറുള്ള ഒരാളാണ്. എന്നിട്ട് റസ്മിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, അതും നോറ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? പിന്നെ അഭിഷേക് അൻസിബയല്ലേ ഉള്ളൂ. അത് ഭയങ്കര മോശമായിപ്പോയി. പിന്നീട് സിജോ വരികയാണ്. ഋഷിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പവർ ടീമിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയാതെ പോയ ഒരു HR ആണ് ഋഷി. അതുകൊണ്ട് ഋഷി ജയിലിലേക്ക് പോട്ടെ. ജാസ്മിൻ വീണ്ടും ഋഷിയെ നോമിനേറ്റ് ചെയ്യുകയാണ്. പവർ റൂമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഋഷിയെ നോമിനേറ്റ് ചെയ്യുകയാണ്. പവർ റൂമിൻ്റെ അടിമയായിരുന്നു. അർജുനും HR ആയ ഋഷിയെ നോമിനേറ്റ് ചെയ്യുകയാണ്. അർജുൻ HR ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എത്തിക്സും ഫോളോ ചെയ്യാതെ വെറുതെ നിന്ന കളിപ്പാവയാണ് ഋഷി എന്ന് അർജുൻ പറയുന്നു. ശ്രീതു സിജോയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിജോ ഈ ആഴ്ച ഡൗൺ ആയിരുന്നു. സിജോയുടെ ഗെയിം ഡൗൺ ആയിരുന്നു ഈ ഹോട്ടൽ ടാസ്കിൽ. അപ്സര ഋഷിയെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. വേസ്റ്റ് ക്യാപ്റ്റൻസിയാണ്, വെറും ഷാഡോ ആയിട്ട് നിന്നിട്ടുള്ള ഒരു ഗെയിമാണ്. ശരണ്യ ഋഷിയെ തന്നെയാണ് പറയുന്നത്. ബോർഡ്നെസ് ഇല്ലാത്ത വെറും ഷാഡോ ആയിട്ട് നിന്ന ഒരു വ്യക്തി. ശ്രീരേഖ ഋഷിയെ കുറിച്ചിട്ട് പറയുന്നത് ഇതേ റീസൺ വെച്ച് തന്നെയാണ്. എന്നാലും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, മുന്നത്തെ വീക്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തു, ഇപ്പോൾ ഡൗൺ ആയിപ്പോയി. സായി ഋഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ അവരുടെ ആ ഒരു കേസിൽ, മറ്റേ ടണൽ ടീമിന്റെ കോയിൻ കേസിൽ ഇടപെട്ടത് ശരിയായില്ല, നയപരമായിട്ട് ഇടപെട്ടില്ല. അതുകൊണ്ട് ഋഷി. നന്ദനെയും ഋഷിയെ ശക്തമായിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ്. ഹോട്ടൽ ഓണേഴ്സിന്റെ പപ്പറ്റായിരുന്നു ഋഷി. ജിൻഡോ ഋഷിയെ നോമിനേറ്റ് ചെയ്യുകയാണ്. ഭയങ്കര കാലൊക്കെ പിടിച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് ഈ ക്യാപ്റ്റൻസി ഗെയിമുമായി ബന്ധപ്പെട്ടാണ്. ഗെയിമിൽ ഒരു ഫൗള് കണ്ടു എന്ന് വെച്ചാൽ ശ്രീരേഖയൊക്കെ ഇങ്ങനെ തെറ്റിച്ചാണ് പോയത്. അവരവിടെ ചെന്നിട്ടാണ് ഋഷി അത് പറഞ്ഞത്. അത്രയും കഷ്ടപ്പെട്ട് നടന്നതല്ലേ, എൻ്റെ ഉള്ളു വേദനിക്കുന്നു എന്നൊക്കെ ജിൻഡോ പറയുകയുണ്ടായി. എല്ലാവർക്കും വലിയൊരു ഷോക്കായി പോയി. ജാസ്മിൻ അത് കറക്റ്റായിട്ട് തന്നെ പറയുകയും ചെയ്തു. തല്ല് കൊണ്ടത് ഞാൻ, അതേപോലെ തന്നെ ഡ്യൂട്ടി ചെയ്തത് ഞാൻ, എന്നിട്ട് ജയിലിൽ പോകുന്നത് ഞാൻ. ഇത് കറക്റ്റായിട്ട് തന്നെ കണ്ടസ്റ്റൻസ് നോക്കി കാണുന്നുണ്ട്. സിജോ, അപ്സര എന്നിവരൊക്കെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. നോറ വന്ന് ആത്മാർത്ഥമായിട്ട് സോറി പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിന് മനസ്സിലാവത്തില്ല, ജാസ്മിൻ ആട്ടുന്നുണ്ട്. റസ്മിൻ മറ്റേ ഉഡായ്പ് പരിപാടി, അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് താനൊന്നും അറിഞ്ഞില്ല എന്നുള്ളൊരു ഭാവം നടിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാലും ഋഷി അൻസിബയുടെ വെറുപ്പിച്ച് പണ്ടാരം അടക്കിയ ഒരാഴ്ചയായിരുന്നു ഈ ആഴ്ച. എനിക്ക് 2 പേരെ തീരെ അങ്ങോട്ട് പറ്റിയില്ല. പറയുമ്പോൾ ആൾക്കാർ പറയും ഹേറ്റേഴ്സ് ആണെന്നുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലടി. നമുക്ക് ഗെയിമൊക്കെ കാണുന്ന സമയത്ത് അൺഫെയർ ആണെന്നുണ്ടെങ്കിൽ അൺഫെയർ ആയിട്ട് തന്നെ തോന്നും. തോന്നിയാസൊക്കെ കാണിച്ചിട്ട് അത് ഗെയിമാണെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. വൃത്തി, വെടുപ്പ്, സദാചാരം, പ്രേമം, അങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ നോക്കിയിട്ടല്ല ഞാൻ ഗെയിം കാണുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. ഗെയിമിൽ എങ്ങനെയാണ് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ, പക വെച്ച് കളിക്കുന്നുണ്ടോ, സ്വന്തം ലാഭത്തിന് വേണ്ടി ഏറ്റവും മോശമായിട്ടുള്ള ഒരു ന്യായമില്ലാത്ത ഡിസിഷൻസ് എടുക്കാറുണ്ടോ, നിലപാട് ഇല്ലായ്മയുണ്ടോ, ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ വേറെ സംഭവമൊന്നുമല്ല. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഗെയിമിൻ്റെ പരിപാടി. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ റിവ്യൂ കണ്ടാൽ മതി.
അല്ലാത്ത ആൾക്കാർക്ക് സുഖിപ്പിക്കുന്ന റിവ്യൂകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവരതൊക്കെ പറഞ്ഞുണ്ടാക്കി അങ്ങ് രസിപ്പിക്കുന്ന റിവ്യൂകളുണ്ടല്ലോ. എന്തൊക്കെ രസമുള്ള സാധനങ്ങളാണ് ഓരോ ആൾക്കാർ പടച്ചു വിടുന്നത്. നല്ല ഉൾക്കുളിര് ഉണ്ടാവുന്ന മഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അത് പോയി കണ്ടോളുക. മറ്റേ അകത്ത് പോയ കണ്ടസ്റ്റൻസ് അവർ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും പോയത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഇങ്ങടേക്ക് വരാതിരിക്കുക. വൃത്തികെട്ട കമൻറ്റുകൾ, കാര്യങ്ങൾ. ഇവിടെ കുറച്ച് മാന്യന്മാരായിട്ടുള്ള പ്രേക്ഷകരുണ്ട്, കുട്ടികളുണ്ട്, ടീനേജേഴ്സൊക്കെ ഉണ്ട്. അവർ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ വൃത്തികേടുകൾ പറഞ്ഞ് ഉത്തേജനം ലഭിക്കുന്ന കമൻറ്റുകൾ കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ബാൻ അടിച്ചു വിടും. വെറുതെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് ഒളിഞ്ഞു നോക്കുമ്പോൾ ഒരു സുഖം, ചില ആളുകൾക്ക് ബസ്സിൽ കയറിയിട്ട് എന്തെങ്കിലും വൃത്തികേട് കാണിക്കുമ്പോൾ ഒരു സുഖം, ചില ആളുകൾക്ക് കമൻ്റ് ഇടുമ്പോൾ ഒരു സുഖം. ആ ഒരു സുഖമാണ് അത് കിട്ടുമ്പോൾ ഉള്ള ഒരു സംഭവമാണ്. എന്ത് വൈകൃതം പിടിച്ച ടീമൊക്കെയാണ്. കുറേയധികം മോശം വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കാണുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് മടുത്തു. കുറേ എണ്ണത്തിനെ ഞാൻ ബാൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. PR ടീമുകൾ കുറേ എണ്ണം അങ്ങ് ഒഴിവായി പോയിട്ടുണ്ട്. ഏതായാലും ബഹുരസമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ സീസൺ കഴിയുമ്പോഴത്തേന് ഇത് മറക്കും. പക്ഷെ കണ്ടസ്റ്റൻസിനൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ട്രോമ ഓർക്കുമ്പോഴേ വിഷമം തോന്നുന്നുണ്ട്. നന്ദി.